ക്ലാസ്സിൽ നാം ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയും ദൈവത്തിൻ്റെ സമ്പൂർണതയെക്കുറിച്ചാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ദ ഓൾ സഫിഷ്യൻറ്റ് ഗോഡ്, ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ തന്നിൽ തന്നെ സമ്പൂർണനായിരിക്കുന്ന ദൈവം. 2, ദൈവം മാറ്റമില്ലാത്തവനാണ്, ഗോഡ്സ് ഇമ്മ്യൂട്ടബിലിറ്റി. നാം രക്ഷ എന്ന് പറയുന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് പഠിക്കുന്നതെങ്കിലും അതിന് മുൻപുള്ള ചില മുഖവര എന്നോണം ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച്, അവൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്താണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ നിത്യപദ്ധതികൾ, ദൈവത്തിൻ്റെ മുന്നറിവ്, ദൈവത്തിൻ്റെ മുൻനിർണയങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ ആട്രിബ്യൂട്ട്സിനെ അടിസ്ഥാനപ്പെടുത്തിയ. അതുകൊണ്ട് നമുക്കിതൊക്കെ അറിയാം എങ്കിലും ഇത് ഒരു പൊതുവായ ഒരു ധാരണ, ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് കുറേ വാക്യങ്ങളാണ് നമ്മൾ വാക്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. ദൈവത്തിന് ഒരു കാലത്തും ഒരു കാര്യത്തിൻ്റെ കുറവുണ്ടായിട്ടില്ല. കാലങ്ങൾ കൊണ്ട്, സമയം കൊണ്ടോ സംവത്സരങ്ങൾ കൊണ്ടോ ദൈവത്തിലുള്ള ഒന്നും കുറയുന്നില്ല, പഴകുന്നില്ല. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ആകാശത്തെയും ഭൂമിയെയും നീയാണ് ഉണ്ടാക്കിയത്, അവയോ നശിക്കും, നീയോ നിലനിൽക്കും. അവയൊക്കെ വസ്ത്രം പോലെ പഴകും, അവയൊക്കെയോ മാറിപ്പോകും, എന്നാൽ നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. അപ്പം എല്ലാം പഴകുന്നതും മാറിപ്പോകുന്നതുമാണ്, പക്ഷേ ദൈവമോ ഒരു നാളും മാറുന്നില്ല. അപ്പോൾ അവനിൽ ഒരു മാറ്റവുമില്ല. കാലങ്ങൾ കൊണ്ട് അവൻ്റെ സ്വഭാവത്തിലോ ചിന്തയിലോ ഉദ്ദേശങ്ങളോ പ്ലാനുകളോ മാറുകയോ നീങ്ങുകയോ അവയ്ക്ക് എന്തെങ്കിലും പഴക്കം വരികയോ ചെയ്യുന്നില്ല. അത് മാറാത്തതാണ്. യോബിൻ്റെ പുസ്തകത്തിൽ തൻ്റെ സഫിഷ്യൻസിയെക്കുറിച്ച്, അതായത് പുറത്തുനിന്നുള്ള എന്തിൻ്റെയെങ്കിലും ആവശ്യമോ നീഡോ ഒരിക്കലും ദൈവത്തിന് ഉണ്ടായിട്ടില്ല. ദൈവത്തിന് പുറത്തുനിന്നൊരു കാര്യം ലഭിച്ചിട്ട് തൻ്റെ ഒരു കുറവ് നികത്തേണ്ട ആവശ്യം ദൈവത്തിനില്ല. യോബിൻ്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, 41:11, ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുൻകൂട്ടി തന്നതായി. ദൈവം കൊടുക്കത്തക്കവണ്ണം ദൈവത്തിനാരും മുൻകൂട്ടി കൊടുത്തിട്ടില്ല. ആകാശത്തിന് കീഴിലുള്ളതെല്ലാം എൻ്റേതാകുന്നു. അപ്പോൾ താൻ ഓൾ സഫിഷ്യൻ്റ് ആണ്. അതുപോലെ നാം ഈ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നതാകിയാൽ അവൻ കൊടുക്കുന്നവനാണ്. അവന് ഒന്നിൻ്റെ ആവശ്യമില്ല. അവൻ മാനുഷിക കൈകളാൽ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്നതുപോലെ അവൻ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും അവനാണ് കൊടുക്കുന്നത്. സകലവും, അതിൻ്റെ അകത്തൊന്നുപോലും ഇല്ല, അവൻ കൊടുക്കാത്തതില്ല. അതുകൊണ്ട് വല്ലത്തിനും മുട്ടുള്ളവനായി അവൻ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പം നമ്മുടെ ആരാധനയും സ്തുതിയും പോലും അവൻ്റെ എന്തോ കുറവ് തീർക്കാൻ വേണ്ടിയല്ല. നാം സ്തുതിച്ചാലും സ്തുതിച്ചില്ലേലും ആരാധിച്ചാലും ആരാധിച്ചില്ലേലും അവൻ്റെ മഹത്വം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അവൻ തന്നിൽ തന്നെ സമ്പൂർണ്ണനാണ്. നമ്മളുടെ ലൈഫിലെ അനുഗ്രഹത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസിനും നമ്മുടെ ഉദ്ദേശത്തിനും വേണ്ടിയാണ് ദൈവം നമ്മോട് സ്തുതിക്കാനും ആരാധിക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊടുക്കുക എന്നത് പോലും നമുക്ക് വേണ്ടിയാണ്, അല്ലാതെ ദൈവത്തിന് എന്തിൻ്റെയെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടല്ല. അപ്പോൾ ദൈവം എക്കാലത്തും തന്നിൽ തന്നെ ഓൾ സഫിഷ്യൻ്റ് ആണ്. അവനൊന്നിൻ്റെയും ആവശ്യമില്ല. നമുക്ക് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ 1 ദിനവൃത്താന്തത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ കാര്യം, ദാവീദ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഓൾ സഫിഷ്യൻസിയെക്കുറിച്ച് കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ
ഈ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി എല്ലാം സ്വരുക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ താൻ സകലതും കൊണ്ടുവന്ന് ദൈവമുമ്പാകെ വെച്ചിട്ട് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ദിനവൃത്താന്തത്തിൽ അവിടെ ഈ താൻ കൊണ്ടുവന്ന കാര്യങ്ങളുടെ ശേഖരം, അതിൻ്റെ കളക്ഷൻസ് നോക്കിയാൽ അത്ഭുതമാണ്. 29:2 അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആലയത്തിന് വേണ്ടി പൊന്നുകൊണ്ടുള്ള, വെള്ളി കൊണ്ടുള്ള, താമ്രം കൊണ്ടുള്ള, ഇരുമ്പ് കൊണ്ടുള്ള, മരം കൊണ്ടുള്ള, ഗോമേതക കല്ല് പതിപ്പാനുള്ള കവചിത പ്രവൃത്തികളും കല്ലും, നാനാവർണ്ണമുള്ള കല്ലും, വിലയേറിയ സകലവിധ രത്നവും, അനവധി വെള്ളിക്കല്ലും ശേഖരിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ തൻ്റെ ശേഖരം, താൻ ശേഖരിച്ചു വെച്ചത്, തൻ്റെ 40 വർഷത്തെ ഭരണകാലത്തും അധ്വാനത്തിലും ദൈവത്തിന് വേണ്ടി താൻ ശേഖരിച്ചു വെച്ചതിൻ്റെ വലിയൊരു ലിസ്റ്റ് ആ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ സ്വന്തം ഭണ്ഡാരത്തിലുള്ള പൊന്ന്, വെള്ളി എന്നിവ ആലയത്തിനായിട്ട് താൻ കൊടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും പൊതിവാനും കരകൗശല പണിക്കാരുടെ എല്ലാ പണിക്കായിട്ടും ഓഫീർ പൊന്നായി 3000 താലന്ത് പൊന്നും 7000 താലന്ത് ഊതിക്കഴിച്ച വെള്ളിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം താൻ ശേഖരിച്ചതാണ്. 7-ാമത്തെ വാക്യത്തിൽ ദൈവാലയത്തിന്റെ വേലയ്ക്കായിട്ട് 5000 താലന്ത് പൊന്നും 10000 തങ്കക്കാശും 10000 താലന്ത് വെള്ളിയും 18000 താലന്ത് താമ്രവും 100,000 താലന്ത് ഇരുമ്പും കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ആലയത്തിന്റെ വേലയ്ക്കായി കൊടുത്ത ശേഷം ദാവീദ് പറയുന്ന ഒരു വചനമുണ്ട്. അത് 10-ാമത്തെ വാക്യത്തിലാണ്, 10 തൊട്ടുള്ള വചനങ്ങൾ. അവൻ പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുൻപാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. അപ്പോൾ സകലതും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നിൻ്റെ നീടില്ല. സ്വർഗത്തിലും ഭൂമിയിലും സകലതും നിനക്കുള്ളതല്ലേ. രാജത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിന് മീതെ തലവനായിരിക്കും. അപ്പം ദൈവം ഓൾ സഫിഷ്യന്റ് ആണ് എന്നതുകൊണ്ട് ദൈവം പരമാധികാരിയാണ്. അതാണ് ദാവീദ് പറഞ്ഞത്. നീ സകലത്തിന് മീതെ തലവനായിരിക്കുന്നു, നീയാണ് സുപ്രീം അതോറിറ്റി, നിനക്ക് മുകളിൽ ഒന്നുമില്ല, നീ ആ പരമാധികാരി. എന്തുകൊണ്ടാ? സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിന്റേതാണ്. അപ്പം ദൈവത്തിന് ഒരു നീടില്ല. അടുത്തത് ദാവീദ് പറയുന്നത്, ധനവും ബഹുമാനവും നിങ്കിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇത്രയും ധനവും സമ്പത്തും കൊണ്ട് ദൈവത്തിന്റെ ആലയത്തിന്റെ വേലയ്ക്ക് വേണ്ടി വെച്ച ശേഷം പറയുകയാണ്, ഇതെല്ലാം നിങ്കിൽ നിന്നാണ് വരുന്നത്, ദൈവത്തിനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് നിന്റെ പ്രവൃത്തിയാകും. ഇതാണ് ശരിക്കും പരമാധികാരം, സോവർണിറ്റി. അപ്പം ദൈവത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ധനശേഖരം കൊണ്ടുവന്ന് വെച്ച ശേഷം പറയുകയാണ്, ധനവും ബഹുമാനവും നിങ്കിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാർ, എന്റെ ജനവും എന്തുള്ളൂ, സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിനക്ക് തന്നതേയുള്ളൂ. ശരിക്കും നാം ഒക്കെ ദൈവത്തിന് വേണ്ടി കൊടുത്ത ശേഷം, അധ്വാനിച്ച ശേഷം നമുക്കൊക്കെ ഒത്തിരി സ്വയസംതൃപ്തി ഉണ്ടാകാറുണ്ട്. നാം നമ്മിൽ തന്നെ സംതൃപ്തരാകാറുണ്ട്. പക്ഷെ ദാവീദ് 40 വർഷം ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് ഓടി, അവനുവേണ്ടി സങ്കീർത്തനങ്ങൾ രചിച്ച്, അവനുവേണ്ടി പരാക്രമശാലിയായി, അവനുവേണ്ടി രാജഭരണം നടത്തി, അവന്റെ ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി ഇത്രയും വലിയ സമ്പത്ത് ശേഖരിച്ച ശേഷം ദാവീദ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഞങ്ങൾക്കൊന്നും നിനക്ക് തരാൻ കഴിയത്തില്ല. ഇത് നാം തിരിച്ചറിയണം. ശരിക്കും നാം ദൈവത്തോടുകൂടെ നടക്കും തോറും നാം കൂടുതൽ ഹമ്പിളാകുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇത്രയും നാൾ ഞാൻ എന്തൊക്കെ ചെയ്തോ അതെല്ലാം എന്നിലൂടെ ദൈവം ചെയ്തതാണ്. ഞാൻ എന്തൊക്കെ നേടിയോ അതൊക്കെ ദൈവം എന്നിലൂടെ ചെയ്തെടുത്തതാ, ഞാൻ നേടിയതല്ല. അപ്പൊ ഇത്രയും വലിയ സമ്പത്ത് തന്റെ അധ്വാന ഫലമായി താൻ കൊണ്ടുവരുമ്പോഴും അത് എന്റെ അധ്വാനമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. അവൻ പറയുകയാണ്, ഞങ്ങൾ അതിന് പ്രാപ്തരാകുന്നത് എങ്ങനെ?
സകലതും നിങ്കിൽ നിന്നല്ല വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കാൻ മാത്രമേ മനുഷ്യന് കഴിയത്തുള്ളൂ. അതാണ് ദൈവത്തെ പരമാധികാരിയാക്കുന്നത്. 15-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെയും അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഇത്രയും വലിയ ഒരു സമ്പത്തിനുടമയായ മനുഷ്യൻ തൻ്റെ ഭണ്ഡാരത്തിൽ നിന്നും തൻ്റെ രാജഭരണകാലത്ത് താൻ നേടിയെടുത്തതുമായ കാര്യങ്ങളെ കൊണ്ടുവച്ചിട്ട് പറയാണ്, വി ആർ മിയർലി എ ഷാഡോ, ഞങ്ങൾ ഒരു നിഴല് മാത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് പ്രശംസിക്കാൻ പറ്റത്തില്ല. കാരണം അവന് മുൻകൂട്ടി കൊടുത്ത് അവൻ മടക്കി കൊടുക്കത്തക്കൊണ്ട് അവൻ ആരും അവന് മുൻകൂട്ടി കൊടുത്തിട്ടില്ല. അവൻ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല, എന്തിൻ്റെയെങ്കിലും കുറവുള്ളവനായിട്ട് കരുതി. ഇതെല്ലാം പ്രിയമുള്ളവരെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ശരിക്കും ഇവൻ സമയം പോലെ നാം ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കുകയല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സമയം എടുത്ത് കൊടുക്കുകയല്ല ഞാൻ ദൈവത്തിന്, അവൻ്റെ സമയമാണ് അതിൽ നിന്ന് എടുത്താണ് ഞാൻ കൊടുക്കുന്നത്. 24 മണിക്കൂർ ദൈവം എനിക്ക് തന്നിരിക്കുക. എനിക്ക് ശ്വാസവും എനിക്ക് ആരോഗ്യവും എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശവും ദൈവം തന്ന ആ 24 മണിക്കൂർ ദൈവത്തിൻ്റെയാണ്, എൻ്റെ അല്ല. ഞാൻ ദൈവത്തിന് അവൻ്റെ സമയത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ എൻ്റെ സമയത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നില്ല. അപ്പം എൻ്റെ സ്തുതിയും എൻ്റെ ആരാധനയും അവൻ്റെ കുറവ് തീർക്കുന്നില്ല. ഞാൻ കൊടുക്കുന്ന ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നന്മകൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നതാണ്. സമയം പോലും ഞാൻ ദൈവത്തിനായിട്ട് കൊടുക്കുകയല്ല, അവൻ്റെ സമയത്തിൽ നിന്ന് എടുത്താണ് ഞാൻ അവന് കൊടുക്കുന്നത്. അവൻ്റെ സമയത്തിൽ നിന്ന് എടുത്ത് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ, അവൻ്റെ സമയത്തിൽ നിന്ന് എടുത്തിട്ടേ എനിക്ക് കൃഷിപ്പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം അവൻ ദാനം തന്നതാണ്. അതുകൊണ്ട് അവനൊന്നും കൊടുത്തിട്ട് നമുക്ക് പ്രശംസിക്കാനായിട്ട് കഴിയില്ല. അവൻ ഓൾ സഫീഷ്യൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, അവന് മാറ്റമില്ല. ദൈവം ഇമ്മ്യൂട്ടബിൾ ആണ്. അത് സംബന്ധിച്ച് മലാക്കിയിൽ പറയുന്ന യഹോവയായ ഞാൻ മാറാത്തവൻ വാക്യങ്ങളാണ് ഇതൊക്കെ വായിക്കുന്നത്. എബ്രായർ 13:8 പറയുന്നത്, ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, ഒരു മാറ്റവും ഇല്ല. 102-ാം സങ്കീർത്തനം 27 പറയുന്നത്, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുന്നില്ല. യാക്കോബിൽ പറയുന്നത്, അവന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ല. 2 തിമോത്തി 2:13 പറയുന്നത്, നാം അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവന് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ തൻ്റെ സ്വഭാവം മറ്റു മനുഷ്യരെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, തന്നിൽ തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മറ്റ് പുറത്തുള്ള എക്സ്റ്റേണലായ ഒന്നുകൊണ്ടും തൻ്റെ സ്വഭാവത്തിന്, തൻ്റെ പ്ലാനുകൾക്ക്, തൻ്റെ തീർപ്പുകൾക്ക് മാറ്റം വരത്തില്ല. മനുഷ്യന്റെ അവിശ്വസ്തത ദൈവത്തിന്റെ സ്വഭാവത്തെ മാറ്റുന്നില്ല. ദൈവം എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് എക്സ്റ്റേണലായ കാര്യങ്ങളാൽ അട്ടിമറിക്കപ്പെടുന്നില്ല, തകിടം മറിയുന്നില്ല. എബ്രായ ലേഖനം 6:17 വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് കാണിപ്പാൻ അവൻ ഒരു ആണയാൽ ഉറപ്പ് കൊടുത്തു. അപ്പം തന്റെ ആലോചന മാറാത്തതാണ്. അവിടെ ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഹിസ് കൗൺസിൽ എന്നാണ് പറയുന്നത്. അപ്പം ഒന്നും മാറുന്നില്ല ദൈവത്തിന് കാലങ്ങൾ കൊണ്ട്. അപ്പോൾ ഓൾ സഫിഷ്യൻസി, എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു ദൈവം, എക്കാലത്തും അവൻ സമ്പൂർണനായിരിക്കുന്നു. 2, അവനിൽ ഗതിഭേദത്താലുള്ള ആച്ഛാദനം അവനില്ല, മാറ്റം ഇല്ല, മാറ്റത്തിന്റെ നിഴലില്ല. ദൈവം എക്സ്റ്റേണലായ കാര്യങ്ങളാൽ തൻ്റെ പ്ലാനുകൾ മാറുകയും മോഡിഫൈ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു എങ്കിൽ നമുക്ക് നാളെ എന്താണ് ദൈവം പ്ലാൻ ചെയ്യുന്നത് അറിയാതെ അവനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ആണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്വഭാവ ഗുണവിശേഷമുള്ള ഒരു ദൈവത്തിന് മാത്രമേ നമ്മുടെ രക്ഷയെ വിഭാവനം ചെയ്യുവാനും നമുക്ക് വേണ്ടി നിത്യമായൊരു പ്ലാൻ സമയത്തിന് മുമ്പേ, സകലകാലത്തിന് മുമ്പേ പൂർത്തീകരിച്ച് നമ്മളെ അതിലേക്ക് വിളിക്കാനും കഴിയുന്നത്. അത് ശരിക്കും നമുക്ക് പ്രത്യാശ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ മാറ്റുന്ന ഒരാളുടെ കൂടെയല്ല നാം യാത്ര ചെയ്യുന്നത്. കാലത്തിന് മുമ്പ് എല്ലാം ഡിസൈൻ ചെയ്ത ഒരാളുടെ കൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്ന കാലാവസ്ഥകളോ സംഭവങ്ങളോ മനുഷ്യരോ ആരോഗ്യമോ ഒക്കെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കും.
ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വാക്കുകൾ മാറുന്നു, മനുഷ്യന്റെ സ്വഭാവം മാറുന്നു. നമ്മളോടുള്ള ബന്ധത്തിൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും വിചാരിക്കാത്തതുമായ കാര്യങ്ങൾ ആകസ്മികമായി സംഭവിക്കുമ്പോൾ നാം ഓർക്കണം, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും സ്വഭാവവും ഒന്നും മാറുന്നില്ല. മനുഷ്യന്റെ പാപം, മനുഷ്യന്റെ വീഴ്ച, മനുഷ്യന്റെ അവിശ്വാസം, മനുഷ്യന്റെ തള്ളിപ്പറച്ചിൽ, മനുഷ്യൻ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നത്, മനുഷ്യൻ പിശാചിന്റെ തന്ത്രങ്ങൾ, അവന്റെ നുണ, അവന്റെ പ്രവൃത്തികൾ ഒന്നും, ഈ ഭൂമിയിലുള്ളത്, പാതാളത്തിലുള്ളത്, അന്ധകാരത്തിന്റെ ലോകത്തുള്ളത് ഒന്നും ദൈവം മാറാതെ അചഞ്ചലമായി ചെയ്തിരിക്കുന്ന പ്രവൃത്തിയെ, അവന്റെ എറ്റേണൽ ഡിക്രിയെ ഇവയ്ക്കൊന്നും സ്വാധീനിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് മഹത്വം. നമ്മുടെ രക്ഷയ്ക്കായിട്ട് ദൈവം ഇങ്ങനെ ഒരു അടിസ്ഥാനം ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് നമുക്ക് അവനിൽ ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.